എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഹ്യുണ്ടായുടെ ഷോറൂമിലാണ് കാഞ്ഞങ്ങാട് ഉള്ളത്. പുതിയ ഘട്ട ലോഞ്ചിങ് ആയിരുന്നു ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് 2015 ഹ്യുണ്ടായി ക്രെട്ട അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2019 വരുന്ന വേരിയന്റ് ചെറിയൊരു മാറ്റങ്ങളായിട്ട് വന്നു. അതിനുശേഷം വീണ്ടും മാറ്റങ്ങൾ ചേർച്ച് കൊണ്ടുവന്നത് 2024. ഈ ഒരു പുതിയ വാഹനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു വെച്ചൊരു മോഡലിലും കാര്യം ഇന്ത്യയിലായാലും മൊത്തത്തിൽ ഒരു ചേഞ്ചിങ് ആയിട്ട് ഹ്യുണ്ടായി എത്തിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഇപ്പൊ കാണുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്, ഈ ഫ്രണ്ട് കാണുന്ന ഈ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ലുക്ക് ഉള്ളത് വിദേശത്ത് കാര്യങ്ങൾ ഇറങ്ങി വരുന്ന മൊത്തത്തിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഏകദേശം നല്ല വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം ഇന്ന് വീണ്ടും അജേഷ് ചേരുകയാണ്. അജേഷ്, നമ്മളിന്ന് കാര്യമായ രീതിയിൽ തന്നെ നമുക്ക് ഈ പക്ഷം പുതിയ വാഹനത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ ഒരു LED ഒരു ലൈറ്റ് ബാർ കൃത്യമായ രീതിയിൽ തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്കാണ് പെട്ടെന്ന് ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഇൻഡിക്കേറ്ററും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രില്ലാണ്. അപ്പം ഗ്രില്ലിൽ തന്നെ വളരെ ഒരു കുറച്ച് വലിപ്പം കൂടി. കാരണം ഇതിന്റെ പേര് വെച്ചാൽ ബ്ലാക്ക് ക്രോം പാരാമെട്രിക് വേഗേറ്റർ ഗ്രിൽ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഒരു പുതിയ തരം ഡിസൈൻ ആയിട്ട് വരുന്നതാണ്. മുമ്പത്തെ ഗ്രില്ലും ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നിട്ട് നമുക്ക് ലൈറ്റ് ഒരു സ്ക്വയർ ടൈപ്പിലേക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ലൈറ്റിംഗ് വന്നൊരു പ്രത്യേകത അത് തന്നെയാണ്. അതെ, അതുമാതിരി നമ്മുടെ LEDR ക്വാഡ് ബീം LED DRS എന്നാണ് ഇതിന്റെ പുതിയ പേര് പറയുന്നത്. അത് ചേഞ്ചസ് വന്നതാണ്, പുതിയതായിട്ട് വന്നതാണ്. ചേഞ്ച് നോക്കാൻ പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നല്ലൊരു എടുപ്പ് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ 360 വ്യൂ ക്യാമറയും കൂടെ നമ്മള് ഇതിപ്പം അഡീഷണൽ പുതിയ ഫീച്ചേഴ്സ് ആണ്. 360 മുമ്പുണ്ടായിരുന്നില്ല, പുതിയതായിട്ട് വന്നതാണ്. അപ്പം 360 വ്യൂ എനിക്ക് വരുന്ന നല്ലൊരു ക്യാമറ സെക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് താഴോട്ട് വരുവാണെങ്കിൽ ബമ്പറും കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസം വരുത്താനുള്ള സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സെൻസറും കാര്യങ്ങളും ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ബോണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഷെയ്ഡിങ് ഇപ്പം പുതിയതായിട്ട് വന്നതിൽ വന്ന ഷെയ്ഡിങ് ബോർഡിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് നല്ല ഒരു ഒതുക്കിയ രീതി തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നതാണ്. വെച്ചാൽ നേരത്തെ ഒരു പോയി താഴ്ന്നിരിക്കുന്ന കഷൻ നല്ല കുറച്ച് ബോഡി ഹൈറ്റ് നല്ല കൂടിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് വരുവാണെങ്കിൽ ഏകദേശം ഒരു നല്ലൊരു സ്ക്വയർ ടൈപ്പിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ കറക്റ്റായി വന്ന ഫ്രണ്ടിൽ വന്ന മാറ്റങ്ങൾ ഇതാണ്. അപ്പം സൈഡിലേക്ക് വരാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വേണ്ട. പക്ഷെ 17 ഇഞ്ചിന്റെ ടയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡയമണ്ട് കട്ട് അലൈൻമെന്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നല്ലൊരു അട്രാക്ഷൻ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. നേരത്തെ വേരിയന്റിൽ കട്ടും പിന്നെ ഡയമണ്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ആ ഒരു എടുപ്പ് കിട്ടുന്നുണ്ട്. 190 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഒരു 190 ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓഫ് റോഡ് രീതിയിൽ നല്ല രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ നമ്മൾ ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കറക്റ്റയിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ബോഡിയിലോ ഗ്ലാസ്സിലോ അങ്ങനെ ഒന്നും ഒരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എടുപ്പ് കൃത്യമായിട്ട് രീതിയിൽ കിട്ടുന്ന രീതിയിൽ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും വാഹനത്തിൽ കറക്റ്റായിട്ട് നമ്മൾ പുറകോട്ട് വരുവാണെങ്കിൽ തന്നെ വളരെയധികം മറ്റു നേരത്തെ ക്രെട്ടയുമായിട്ട് വളരെയേറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കണക്റ്റിംഗ് LED ടൈലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നല്ലൊരു നേരത്തെ വാഹനത്തിന് ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇത് കാണുമ്പോൾ. ഒന്ന് ബേക്കോട്ട് നോക്കുമ്പോൾ ഒന്ന് പുതുമ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ നൈറ്റ് ഡ്രൈവില് നമുക്ക് പിന്നെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇത് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അതൊക്കെ എന്താ വെച്ചാൽ ഈ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള പിന്നെ നൈറ്റ് ഡ്രൈവ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലൊരു ഇതായിരിക്കും. എന്ന് വെച്ചാൽ വാഹനത്തിൽ കിട്ടും പെട്ടെന്ന് വണ്ടി തിരിച്ചറിയാൻ പറ്റുന്ന. അതെ. കാരണം മഴയാണെങ്കിലോ അല്ലെങ്കിൽ മഞ്ഞ് മൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നമുക്കത് ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത് ബെറ്റർ ആയിട്ട്. അതെ, ഈ ടേൺ സിഗ്നൽ നമുക്ക് LED ടൈപ്പാണ് വരും. ഇതും കൂടി ഒരു പുതിയ ഫീച്ചറാണ്. LED ടൈപ്പാണ് ടേൺ സിഗ്നൽ ആയിട്ട് വരുന്നത്. ഇൻഡിക്കേറ്റർ ആണെങ്കിൽ സൈഡ് ഇൻഡിക്കേറ്റർ ആണ് നല്ല രീതിയിൽ തന്നെ ഒഴുകുന്ന ഒരു ടൈപ്പിലാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. അതെ, നമ്മുടെ ബോഡി സ്പേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം 3-4 പെട്ടികളൊക്കെ നമുക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ ലഗേജ് സ്പേസ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഇതാണ്.
അപ്പോൾ അത്യാവശ്യം നല്ല ട്രാവലിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ സ്റ്റെപ്പിനി ടയർ കൊടുത്തിരിക്കുന്ന ഇതും നല്ല താഴെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇറങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റെപ്പിനി ടയർ കൊടുത്തിരിക്കുന്ന 16 ഇഞ്ചിന്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ നോർമൽ ടയറിന് 17 ഇഞ്ച് കൊടുത്ത ശേഷം സ്റ്റെപ്പിനി ടയർ മാത്രം എന്നുള്ളതാണ് 16 ഇഞ്ചിലേക്ക്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടയർ ഇൻ കേസ് പഞ്ചറോ അങ്ങനെ മറ്റു കാര്യങ്ങളായി കഴിഞ്ഞാൽ നിയറസ്റ്റ് പഞ്ചർ ഷോപ്പിൽ ഓടിയെത്താൻ വേണ്ടി മാത്രമാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് 1 ഇഞ്ച് സൈസ് കുറച്ച് കുറവ് വരുന്നത്. ബാക്ക് സൈഡിലും കൂടെ നമ്മൾ ക്യാമറ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം കറക്റ്റ ഇപ്പം ഇറങ്ങി തന്നെ കളറിംഗിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ കളർ മാറ്റം, പുതിയൊരു കളറാണ്. കളറിന്റെ പേര് റോബസ്റ്റ് എമറാൾഡ് പേൾ എന്നാണ് ഈ കളറിന്റെ പേര്. ശക്തമായിട്ടുള്ളൊരു പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു കളറാണ്. എങ്കിലും ഒന്ന് ആ ഒരു വണ്ടിക്ക് നമുക്ക് ആ ഒരു എടുപ്പ് കൃത്യമായ രീതിയിൽ കിട്ടുന്നുണ്ട്. അതെ, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഡോറിലേക്ക് നോക്കുന്ന ഇവിടെ നമ്മളൊരു സ്പീക്കർ, ബോസിന്റെ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഒരു നല്ലൊരു കളറിംഗ് മാച്ച് ആയിട്ട് തന്നെയാണ് അതിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കിയ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോറിലേക്കുള്ള ഡോർ കളർ നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള സൈഡിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റിയറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് സ്റ്റയറിംഗ് ആണ്, വിത്ത് ഡി കട്ട് ആണ്. ഇത് ബേസ് മോഡൽ മുതലേ നമുക്ക് ഡി കട്ട് അവൈലബിൾ ആണ്. സ്റ്റയറിംഗ് അത്യാവശ്യം മോഡും കാര്യങ്ങളും എല്ലാം സ്റ്റീയറിംഗിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഹ്യുണ്ടായുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല വലിയ വലുപ്പം നല്ല കൊടുത്തിട്ടുണ്ട്. മുമ്പ് ഉണ്ടായ ക്രെറ്റയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായി ഇറക്കിയിട്ടുള്ളത്. ഇത് ഇന്റർകാറ്റഡ് ആണ്. പിന്നെ 10.25 ഇഞ്ചാണ് ടച്ച് സ്ക്രീൻ സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലസ്റ്ററും ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ തന്നെ ഇന്റർകാറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും മുഴുവൻ നമ്മൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ന്യൂ ക്രെറ്റയുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ആണ്. അത് കൂടാതെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 10.25 ഇഞ്ചാണ് ക്ലസ്റ്ററിന്റെ സൈസ് വരുന്നത്. സെയിം തന്നെയാണ് നമ്മുടെ ടച്ച് സ്ക്രീനിന്റെ സൈസും 10.2. അത് HD ആണ്. അതിൽ തന്നെ നമുക്ക് 360 ക്യാമറ നമുക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ നമുക്ക് താഴെ ഈ ഫിഷിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് AC കാര്യങ്ങളും രണ്ട് സൈഡിൽ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ ഒരു സൈഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഹ്യുണ്ടായി മുമ്പ് ചെയ്ത ഒരു ഫീച്ചേഴ്സ് ആണ് ബ്ലൂ ലിങ്ക്. അത് ആ ഫീച്ചേഴ്സ് സെയിം ഇതിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൾഫിലിരിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർ ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ സർവീസ് ആയാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരികയാണെങ്കിൽ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം 10-60 ഫീച്ചേഴ്സ് നമുക്ക് ബ്ലൂ ലിങ്കിലൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡ്രൈവ് മോഡ് സെലക്ഷൻ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ മോഡ് നമ്മൾ ചേഞ്ച് അനുസരിച്ച് നമുക്ക് സ്ക്രീനിൽ ഇത് വരും. ഇപ്പൊ സ്പോർട്ട് മോഡ് ആണെങ്കിൽ സ്പോർട്ട് മോഡ് എടുക്കാം, ഈക്കോ മോഡ് എടുക്കാം, അതേമാതിരി നോർമൽ മോഡ് നമുക്ക് എടുക്കാം. ഫിറ്റ്നസ് ഫീച്ചേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം കപ്പ് ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ലിറ്ററിന്റെ വേണമെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വേണമെങ്കിൽ സ്പേസ് നമ്മളിവിടെ കൊടുത്തിരിക്കും. അതുകൂടാതെ നമുക്ക് സീറ്റിൽ വെന്റിലേഷൻ കൂടി വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ഫ്രണ്ടില് 2 സീറ്റും നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഫാനിന്റെ സ്പീഡ് നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സൺറൂഫിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നേരത്തെ വേരിയന്റ് അത് അതെ സെയിം പനോറാമിക് സൺറൂഫ് തന്നെയാണ് പുതിയ വണ്ടിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടുവാണ് നമുക്ക് പറ്റുന്നത്. നേരത്തെ ആ ഒരു മോഡൽ തന്നെ നമ്മൾ മാറ്റങ്ങളൊന്നും വെച്ചാണ് അതങ്ങനെ ഫീച്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു നല്ല AC-ന്റെ പവർ നമ്മൾ കൊടുത്തിരിക്കുന്ന നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഒറ്റ ലൈനിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ വിദേശത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ രീതി തന്നെയുള്ള ഒരു ഇന്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് ദൃശ്യമാണ്ടിരിക്കുന്നത്. കാരണം ഉള്ളിൽ മൊത്തത്തിലുള്ള ഇന്റീരിയലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ വിദേശ രാജ്യങ്ങൾ ഇറക്കുന്ന അതേ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽ അത്രയും ക്വാളിറ്റിയുടെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിറകിലാണ് നമുക്ക് റിയർ AC വെന്റ് വരുന്നുണ്ട്. അതുകൂടാതെ
രണ്ട് സി ടൈപ്പ് ചാർജിങ് രണ്ട് ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ ഫോൺ വെക്കേണ്ട സൗകര്യം അവിടെ തന്നെ. അതുപോലെ നമുക്ക് ലെഗ് സ്പേസ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് അധികം എങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. സ്വസ്ഥമായിട്ടാണ് നമുക്ക് 3 പേർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം 4 പേർക്ക് വളരെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കും. അതുപോലെ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻസ് കാര്യങ്ങളാണ്. ഓക്കെ, എഞ്ചിൻ ഓപ്ഷൻ 3 തരത്തിലാണ് നമുക്ക് ട്രാൻസ്മിഷൻ വരുന്നത്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അതേമാതിരി 1.5 ലിറ്ററിൽ ടർബോ വരുന്നുണ്ട്, കൂടാതെ 1.5 ലിറ്റർ ഡീസൽ CNG എഞ്ചിൻ വരുന്നത്. പെട്രോൾ ആണെങ്കിൽ 1.5 ലിറ്റർ നമുക്ക് 115 PS ആണ് പവർ വരുന്നത്. അതിന് ഡീസലിലേക്ക് മാറുമ്പോൾ അത് 116 മാറുന്നുണ്ട്. പിന്നെ ടർബോയിലേക്ക് പോകുന്ന സമയത്ത് 160 PS ആണ്. മൈലേജിന്റെ കാര്യം ആവറേജ് ഒരു 18 കിലോമീറ്റർ നമുക്ക് മൈലേജ് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഓൺ റോഡ് പ്രൈസ് ആണ് അറിയേണ്ടത്. എല്ലാവരും നോക്കിയിട്ട് ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ വാഹനം പുറത്തിറക്കുന്നത് ഓൺ റോഡ് പ്രൈസ് എത്ര വരും? നമുക്ക് സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽ എന്നാണ് വേരിയന്റിന്റെ പേര്. അപ്പൊ നമുക്ക് 10,99,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അത് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് 13,61,000 രൂപ 4-ാമത്തെ വർഷത്തെ വാറണ്ടി അടക്കം നമുക്ക് റോഡിൽ വരുന്ന പ്രൈസാണ്. 13,61,000 രൂപ എല്ലാം അടക്കമാണ് കേട്ടോ. റോഡ് ടാക്സ്, ഇൻഷുറൻസ്, 4-ാമത്തെ കൊല്ലത്തെ എക്സ്റ്റൻഡ് വാറണ്ടി, പിന്നെ ഒരു ഷീൽഡ് ഓഫ് പ്രശ്നം എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. നമ്മുടെ വണ്ടി ഡെലിവറി എടുത്ത അന്ന് മുതൽ 2 വർഷം 40,000 കിലോമീറ്ററിനുള്ളിൽ തേയ്മാനം സംഭവിക്കുന്ന 14 സ്പെയർ പാർട്സ്, അതിന് വൈപ്പർ ബ്ലേഡ്, ക്ലച്ച് പ്ലേറ്റ്, വീൽ സിലിണ്ടർ, അത് നമുക്ക് ഈ 2 വർഷം 40,000 കിലോമീറ്റർ ഒന്നും കേടുപാട് സംഭവിച്ചാൽ അത് ഫ്രീ ആയിട്ട് ചേഞ്ച് ആക്കാം. SOT എന്ന് പറയും. അത് അടക്കം ഇൻക്ലൂഡിംഗ് ആണ് ഈ പൈസ. അപ്പൊ നമുക്കിപ്പോ ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു മിനിമം ഡൗൺ പേയ്മെന്റ് എത്ര അടച്ച് നമുക്ക് നല്ല സിവിൽ സ്കോറും ബാങ്ക് ട്രാൻസാക്ഷനും ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ആവറേജ് ഓൺ റോഡിന്റെ 100% വരെ നമുക്ക് ഫണ്ടിങ് കിട്ടാവുന്ന ഫണ്ട് ചെയ്യാം. നല്ലൊരു വാഹനം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ദൂരയാത്രയായിട്ട് നല്ല ഫാമിലിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നല്ല വാഹനം നിങ്ങൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പുതിയ മോഡൽ കെട്ട ഇറങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും വിളിക്കുക. കാഞ്ഞങ്ങാടാണ് നമ്മുടെ ഹ്യുണ്ടായി ഷോറൂംസ് സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഷോറൂമായിട്ട് വരിക. തീർച്ചയായും വണ്ടി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് കളറാണ് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം.